കേരള മീഡിയ എന്നുള്ള ലേഖനത്തിൽ, ഇംഗ്ലീഷിലുള്ള ലേഖനത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിന് സംഭവിച്ച അപജയം. കേരള മീഡിയ എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളം, ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻ്റർനാഷണൽ എന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ചേർത്തു. അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, പല വീഡിയോകളിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, CPI നേതാവ് കാനം രാജേന്ദ്രൻ്റെ മരണവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായ വിജയമാണ്. ഈ രണ്ട് വിഷയങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് തന്നെ നമുക്ക് തെളിയുന്ന വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളിലേക്ക്, ഭയമുളവാക്കുന്ന, അസ്വസ്ഥ ഉളവാക്കുന്ന ചില വസ്തുതകളിലേക്കാണ് നമ്മൾ കടന്നിരുന്നത്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ശക്തി തെളിയിക്കാൻ മാധ്യമങ്ങളെ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സംവിധാനം കേരളത്തിൽ ആദ്യം തുടങ്ങിയത് MP വീരേന്ദ്രകുമാറാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ ലിങ്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. എന്നാൽ അതിന് പല രീതിയിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും അത്തരം ആളുകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഒരുപക്ഷെ വലതുപക്ഷ രാഷ്ട്രീയത്തിനൊക്കെ വലിയ രീതിയിൽ വഴി തെളിയിക്കുന്ന അതാണെന്ന് നമുക്ക് പറയാം. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കണ്ടുവന്നിരുന്നൊരു ഏകാധിപത്യ പ്രവണതയിലേക്ക്, വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ വിധേയയിലേക്കുമൊക്കെ ചുരുങ്ങുന്നൊരു പ്രവണതയിലേക്ക് ലോകമെമ്പാടും തിരിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് സമൂഹത്തിൽ ദൃശ്യങ്ങൾ നിർമ്മിക്കുക, വസ്തുതകൾ നിർമ്മിക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം അത് പല രീതിയിൽ സംഭവിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ, നമ്മൾ കേരളത്തിൻ്റെ തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ചാനലുകളോ പത്രങ്ങളോ ഉണ്ട്. കൈരളി പോലെ, ജനൻ TV പോലെ, ജയ്ഹിന്ദ് പോലെ കുറേ കൂടി സുതാര്യമെന്ന് നമുക്കവരെ പറയാൻ കഴിയും. നേരെ മറിച്ച് അത്തരം ഒരു പേരുകളൊന്നുമില്ലാതെ, അത്തരം ഒരു ബാധ്യത, അത്തരം ഒരു വിലാസമൊന്നും ഇല്ലാതെ തന്നെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം ആളുകൾ, മരം മുറിച്ച് കടത്തുന്നവൻ TV ചാനൽ തുടങ്ങുന്നു, നികേഷ് കുമാർ അടക്കമുള്ള ആളുകളെ വില കൊടുത്ത് വാങ്ങുന്നു. പലപ്പോഴും കാശ് കൊടുത്താൽ എന്നും പറയുന്ന ഒരാളായി ഈ നികേഷ് കുമാർ മാറിയതിന് ഒരുപാട് തെളിവുകളുണ്ട്. സീറ്റ് കിട്ടാൻ, 2 വോട്ട് കിട്ടാൻ എന്തും ചെയ്യുന്ന ആളായി മാറിക്കുന്ന നികേഷ് കുമാറിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ പോലും വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് മാധ്യമ പ്രവർത്തന രീതിയിലേക്ക് അധംപതിച്ചു കഴിഞ്ഞാൽ ഇത്തരം തെളിവുകൾ ഒരുപാട്. അത്തരം ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. മീഡിയ വൺ പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദി സംഘടനകൾ വില കൊടുത്തു വാങ്ങുന്ന ചാനൽ, ഇതെല്ലാം പുറമെ ഇതൊന്നുമില്ലാതെ തന്നെ പരസ്യമായി തങ്ങളുടെ രാഷ്ട്രീയത്തോടോ തങ്ങളുടെ ആശയത്തോടോ താല്പര്യമില്ലാത്ത ആളുകളെ പരസ്യമായി കടന്നാക്രമിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെല്ലാം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്നുള്ള മാധ്യമപ്രവർത്തകൻ. C രവിചന്ദ്രനുമായുള്ള ആ ഒരു അഭിമുഖത്തിൽ ഹാഷ്മിയുടെ വാക്കുകളും ശൈലിയുമെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരികയ്ക്ക് മാത്രം രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉയർത്തുന്നു എന്ന് ചിന്തിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. SDPI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആശയങ്ങളെയും ഇസ്ലാമിക രാജ്യം എന്നുള്ള ആശയത്തെയും ഒക്കെ പരസ്യമായി എതിർക്കുമ്പോഴും ഹൈന്ദവ ഭീകരത അതേ അളവിൽ തന്നെ എതിർക്കുന്ന വ്യക്തിയാണ് C രവിചന്ദ്രൻ. അഭിപ്രായത്തോട് ആ വ്യക്തിയുടെ 100% രവിചന്ദ്രൻ്റെ ആശയങ്ങളോടോ രീതിയോടോ യോജിക്കുന്ന ആളല്ല ഞാൻ. എങ്കിൽ പോലും നിങ്ങൾക്ക് വിയോജിക്കാനും നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശം പോലെ തന്നെ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ, ഈ അഭിപ്രായങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം ആശയങ്ങളോടുള്ള തൻ്റെ കൂറ് വളരെ പരസ്യമായി അറിയിക്കുന്ന ഇത്തരം ആളുകൾ, ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ള ആളുകൾ, SDPI, പോപ്പുലർ ഫ്രണ്ട്, PDP പോലെയുള്ള സംഘടനകളോടുള്ള തൻ്റെ വിധേയത്വം, തൻ്റെ താല്പര്യം, അത് തൻ്റെ മാധ്യമ സ്ഥാപനത്തിന് വേണ്ടിയുള്ളതിനേക്കാൾ കവിഞ്ഞ തൻ്റെ ആശയപരമായ താല്പര്യമാണ് തെളിയിക്കുന്ന വിധം
പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഇത്തരം ആളുകൾ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് നേരത്തെ പറഞ്ഞ രാജ്യസുരക്ഷയ്ക്കടക്കം ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. അഭിമുഖങ്ങളായാലും ഒരുപാട് കൃത്രിമത്വമുള്ള തൻ്റെ ആശയങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞറിയിക്കാനുള്ള ഒരു വേദിയായിട്ട് അഭിമുഖങ്ങൾ മാറുന്നു. പലപ്പോഴും ഈ തൻ്റെ എന്നുള്ള രീതി തന്നെ ഇല്ലാതാവുകയാണ്. ആഷ്മിയെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തീവ്രവാദ സംഘടനകളുടെ തന്നെ ആഭിമുഖ്യം അറിയാതെ പുറത്തറിയിക്കുന്ന ആഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ പലപ്പോഴും പരസ്യമായിട്ട് തൻ്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ കഴിയാതെ രണ്ട് മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞറിയിക്കുന്ന ആളുകളാണ് മിക്കവാറുള്ളത്. അതിൽ അഭിലാഷ് പോലെയുള്ള ആളുകളുണ്ട് മാതൃഭൂമിയിൽ. ഇത്തരം ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജീർണതയുടെ അടയാളങ്ങളാണ് സാംസ്കാരികത്തിൽ. വ്യക്തമായ നാമങ്ങൾ മറ്റൊരു വീട് നമ്മൾ ചർച്ച ചെയ്യുന്നു. വലതുപക്ഷം നിരീക്ഷകൻ, ഇടതുപക്ഷം നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ടുവരിക. BJP അനുഭാവി എന്ന് പറഞ്ഞ് ശ്രീജിത് പണിക്കരെ പോലുള്ളവരെ കൊണ്ടുവരിക, വലതുപക്ഷം നിരീക്ഷകൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. ഇത്തരം രീതിയിലൊക്കെ ഇതിപ്പോൾ ഒരു BJPയുടെയോ SDPയുടെ ബാലൻസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടി പറയുന്നതല്ല. ഇത്തരം ആളുകൾക്ക് കൃത്യമായൊരു നിർവചനം നൽകി അവരെ ചർച്ചകൾക്ക് വിളിക്കുന്ന രീതി തന്നെ ഇല്ലാതായി കഴിക്കും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോ പേരുകൾ വെളിപ്പെട്ടാത്ത മാനം നൽകുന്ന ഗർഭം എന്ന് പറഞ്ഞ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ചർച്ചകളിൽ പോലും വലിയൊരു അസഹിഷ്ണുത കഴിയുന്നു. കൃത്യമായ സ്പഷ്ടമായ സുതാര്യമായ ചർച്ചകൾ, അഭിമുഖങ്ങൾ ചാനലുകൾ ഇല്ലാതെയാവുന്നു. അല്ലെങ്കിൽ ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പോൾ അമൃത TV-യിൽ നടൻ സിദ്ദിഖിൻ്റെ ചില ഇൻ്റർവ്യൂകൾ കണ്ടപ്പോൾ TV ചാനലുകാരെയുമായിട്ട് അതിനെ നമ്മൾ അറിയാതെ താരതമ്യം ചെയ്തു. ഒരുപക്ഷെ നസറുദ്ദീൻ ഷായും നാനാ പട്ടേകരേക്ക് പോലെ വളരെ കൃത്രിമ അഭിനയമുള്ള ആളുകളെ ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആരാധിക്കുന്ന ആളുകൾക്ക് സിദ്ദിഖിനെയും NF വർഗീസിനെയും മുരളിയെയും പോലെയുള്ള ആളുകൾ പലപ്പോഴും വലിയൊരു അത്ഭുതമാണ്. പലപ്പോഴും അവരുടെ പേരുകൾ ഒരുപക്ഷെ മുരളിക്ക് പിന്നെയും ഒരു ദേശീയ തലത്തിൽ ഒരു പ്രശസ്തിയെങ്കിലും ഉണ്ട്. പക്ഷേ ഇത്തരം പല ആളുകൾ സിദ്ദിഖിനെ പോലെ NF വർഗീസിനെ പോലെ ആളുകൾ പലപ്പോഴും അവരുടെ മികവ് വിലയിരുത്തപ്പെടാതെ പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു മികച്ച നടൻ, അത്തരം എണ്ണം പറഞ്ഞ ഉന്നതനായ ഒരു കലാകാരനായിട്ട് കൂടി ആ ചർച്ചകളിൽ താൻ അഭിമുഖം നടത്തുന്ന വ്യക്തിക്കാണ് ജനങ്ങളോട് സംവദിക്കാനുള്ളത് എന്നുള്ളൊരു സാമാന്യ മര്യാദ പുലർത്തിക്കൊണ്ടുള്ള ആ പരിപാടി, അമൃത TV-യിലെ ആ പരിപാടി പലപ്പോഴും ഒരു കേരള മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു തിരുശേഷിപ്പുകളായിട്ട് ഒരു ഗതകാല സ്മരണകളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ചില ചിത്രങ്ങളായിട്ട് മാറുകയാണ്. അത്തരം അഭിമുഖങ്ങളില്ല, അത്തരം മാധ്യമ പ്രവർത്തകർ. അത്തരമൊരു ഘട്ടത്തിലുണ്ടാകും നമ്മൾ കാനം രാജശേഖരൻ്റെ വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. വ്യക്തിപൂജയിലേക്കും വീരാരാധനയിലേക്കും വ്യക്തികളുടെ തെറ്റുകുറ്റങ്ങൾ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കുമൊക്കെ മാധ്യമ സംസ്കാരം പോകുന്നു. ബിംബങ്ങളായി വിമർശനാതീതമായി വ്യക്തികളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും മാറുന്നു. അത്തരമൊരു ഘട്ടത്തിലേക്കൊക്കെ മലയാളി കടന്നു പോകുന്നതിൻ്റെ വലിയൊരു തെളിവാണ് കാനത്തിൻ്റെ മരണം കാണിക്കുന്നത്. തന്നിലേക്കും തൻ്റെ വിധേയയിലേക്കും ഒരു ആശയത്തെ ചുരുക്കുന്ന പിണറായി വിജയനെ പോലൊരു വ്യക്തിയെ ചോദ്യം ചെയ്യാൻ കഴിയാതെ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ഇടതുപക്ഷം എന്ന ആശയത്തെ CPM മുഴുവനായി വിഴുങ്ങുന്നതിനെ എതിർക്കാൻ കഴിയാതെ ഒരു വിധേയ പ്രാണിയായി, വിധേയ ജന്മമായിട്ട് CPI എന്ന പ്രസ്ഥാനം അധപതിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവൻ്റെ ഒരാളാണ് ശ്രീകാന്ത്. എന്നാൽ ആ രീതിയിൽ അടയാളപ്പെടുത്താതെ ദേശീയ തലത്തിൽ ഒരുപാട് ദേശത്തിനും സമൂഹത്തിനും വേണ്ടി വലിയ സംഭാവന ചെയ്ത വ്യക്തിയായി ഇത്തരം ആളുകളെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ സംസ്കാരം അല്ലെങ്കിൽ ഇത് വലിയൊരു അപജയത്തിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അപജയത്തിൻ്റെ തെളിവാണ്. ഇത്തരം പാർട്ടികൾ ലോകത്തെ എല്ലായിടത്തും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിധേയത്വമില്ലാത്ത ആളുകൾ വളർന്നു വരുന്നതിനെക്കുറിച്ചും
വലതുപക്ഷം മറ്റൊരു വശത്ത് വലതുപക്ഷവൽക്കരണം നടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന കാലത്ത് ഇത്തരം ഈർക്കിലി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കന്മാർക്കും വിശുദ്ധി കൽപ്പിച്ച് നൽകിക്കൊണ്ട് വരും തലമുറകളിലേക്ക് തെറ്റായ ചിത്രങ്ങൾ നൽകുന്ന ഈ പ്രവണത, ഈ വീരാരാധനയുടെയും വ്യക്തിപൂജയുടെയും ഈ പ്രവണത വലിയ രീതിയിൽ എതിർക്കപ്പെടുക. അവിടെയാണ് നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിലേക്ക് വരേണ്ടത്. വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തും എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി വെറും രാഷ്ട്രീയക്കാരനായി പരിണമിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അണ്ണാ ഹസാരെയുടെയും കേജ്രിവാളിൻ്റെയും. എങ്കിൽ പോലും ഇപ്പോൾ 2020 രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ ഒക്കെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്ന അപജയം മികച്ച നേതാക്കളോ മികച്ച ആശയങ്ങളോ ജനങ്ങളോട് എന്തെങ്കിലും സംവദിക്കാനോ ഒന്നുമില്ലാത്ത വിധം ജീർണിച്ചു പോയൊരു ഘട്ടത്തിൽ ഒരു ബദലായിട്ട് വരേണ്ട ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിനെ നമുക്ക് അംഗീകരിച്ചാൽ തന്നെ അത്തരം വിജയങ്ങളെ അതിൻ്റെ മൂല്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമ സംസ്കാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. സിനിമാക്കാർ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഓരോ സിനിമാക്കാരുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതുവരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ലയിക്കുന്നത് വരെ, അല്ലെങ്കിൽ അപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ ശക്തിയോട് സന്ധി ചെയ്യുന്നത് വരെ അവർ ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. അത്തരം പ്രതീക്ഷകൾ നൽകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലോ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദന ഉളവാക്കുന്ന കാര്യം. വീരാരാധന ഇല്ല എന്ന് പറയുന്ന മലയാളി തന്നെ CPM കാരനും കോൺഗ്രസ്സുകാരനും BJP കാരനും മുസ്ലിം ലീഗുകാരനും ഒക്കെ ആയിട്ട് ചുരുങ്ങുന്നതിനെ വളരെ വേദനയോടെ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിൽ നിന്നൊരു മോചനമായിട്ടാണ് നമ്മൾ ഇത്തരം വഴികളെ കാണേണ്ടത്. അതിൽ ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബദൽ വരുന്നു, അതിനെ നമുക്ക് വിലയിരുത്താം. വിജയകാന്ത് രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങി, അതിൽ അപജയം സംഭവിച്ചാൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഒരു പുതിയ വഴി തുറക്കുന്നതിനെ, ഒരു ബദൽ വരുന്നതിനെ, അതിനെ അംഗീകരിക്കാനോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാനോ കഴിയാത്ത വിധം ദുർബലമായൊരു മാധ്യമ സംസ്കാരം കേരളത്തിൽ നിലനിൽക്കുന്നത് വളരെ വേദനയോടെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. വീരാരാധനയില്ലാത്ത, വ്യക്തിപൂജയില്ലാത്ത, വസ്തുനിഷ്ഠമായി സുതാര്യമായി വിലക്കപ്പെട്ട കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി വളരെ സുതാര്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ സംസ്കാരം ഉയർന്നു വരേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാനം ആഘോഷിക്കപ്പെടുന്നതും ആം ആദ്മി വിസ്മരിക്കപ്പെടുന്നതും അത് കേവല സംഭവങ്ങളല്ല, ചീഞ്ഞളിഞ്ഞു പോയ ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ നമുക്ക് മാറ്റിയെത്തിക്കും. പുതിയ മതിലുകളുണ്ടാക്കി, പുതിയ വാതിലുകളുണ്ടാക്കി, പുതിയ ജനലുകളുണ്ടാക്കി, പുതിയ ചിത്രങ്ങൾ വരച്ച് നമുക്ക് ജനാലകളും വാതിലുകളും മാലത്തേക്കുണ്ട്.